നമസ്കാരം. പ്രവാസി ഓൺലൈൻ ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 25 വർഷത്തെ പത്രപ്രവർത്തനത്തിന്റെ നേർരേഖയായി പ്രവാസി ഓൺലൈൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തുമ്പോൾ ഞങ്ങൾ നൽകുന്ന വിവരങ്ങളും വിശകലനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏറെ സ്വീകാര്യത ഉള്ള ഒരു കാര്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ, അതായത് പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനലിന് പുറമെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV ഞങ്ങൾ ആരംഭിച്ചത്. ഇത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 ആഴ്ച ആകുന്നു. അതോടൊപ്പം ഇത് പലരും ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന്റെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയെ പറ്റി അറിയണമെങ്കിൽ, ജർമ്മനിയിലെ എല്ലാ വിശകലനങ്ങളെ പറ്റി അറിയണമെങ്കിൽ, പ്രത്യേകിച്ച് അടുത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റി അറിയണമെങ്കിൽ, രാഷ്ട്രീയത്തെ പറ്റി അറിയണമെങ്കിൽ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി അറിയണമെങ്കിൽ, ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ട്രെൻഡ് അറിയണമെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ഞങ്ങളെ നിങ്ങളുടെ മുഖ്യ ചാനലായി, മുഖ്യ മാധ്യമമായി ചേർത്ത് പിടിക്കുക. കൃത്യമായും വളരെ ട്രാൻസ്പെറന്റ് ആയും റിലവന്റ് ആയും ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ കാലത്തിനുള്ളിൽ നിങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കിന്റെ ഒരു പുതിയ മേഖലയാണ് ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ TV. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 23 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഈ ചാനലിൽ ഇപ്പോൾ ഞങ്ങൾ മുഖ്യ വിഷയങ്ങളായി ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ പ്രവാസി ഓൺലൈൻ പത്രമോ അല്ലെങ്കിൽ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനലോ അതുമല്ലെങ്കിൽ പ്രവാസി ഓൺലൈൻ TVയോ നിങ്ങൾ കാണണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എക്സ്ക്ലൂസീവിലേക്ക് കടക്കുകയാണ്. ജർമ്മനിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി കുടിയേറ്റക്കാർ മാറുമെന്നുള്ള കാര്യത്തിൽ ഇത്തവണ യാതൊരു സംശയവുമില്ല. അടുത്ത ഫെബ്രുവരി 23 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജർമ്മനിയിൽ വോട്ടവകാശമുള്ളത് 56 മില്യൺ ആളുകൾക്കാണ്. ഇതിൽ 7 മില്യൺ ആളുകളും കുടിയേറ്റ പശ്ചാത്തലമുള്ളവരാണ്. അതായത് ജർമ്മനിയിലെ വോട്ടർമാരിൽ 8-1 കുടിയേറ്റക്കാരോ അവരുടെ തലമുറകളോ ആണെന്ന് അർത്ഥം. എന്നിട്ടും മതിയായ പരിഗണന ഈ ജനസമൂഹത്തിന് ജർമ്മനിയിലെ മുഖ്യധാര പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒപ്പം ഈ മുഖ്യധാര പാർട്ടികളിൽ കുടിയേറ്റ ജനസമൂഹത്തിനും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യവും വളരെ വസ്തുതാപരമാണ്. സമീപകാലത്തെ പ്രവണത അനുസരിച്ച് ജർമ്മൻ പിന്തുടർച്ചയുള്ളവരെ അപേക്ഷിച്ച് കുടിയേറ്റ പശ്ചാത്തലമുള്ളവർ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് സാധ്യത തന്നെ കുറവാണ്. വരുന്നവരിൽ 21% പേർ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfDക്ക് വോട്ട് ചെയ്യും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. പൗരത്വം നേടിയവരാണെങ്കിൽ പോലും കുടിയേറ്റ പശ്ചാത്തലമുള്ളവർ ജർമ്മനിയിൽ നിന്ന് നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് AfD. പൊതുവിൽ കുടിയേറ്റ പശ്ചാത്തലമുള്ളവർക്കിടയിൽ കൂടുതൽ സ്വാധീനമുള്ളതായി കണ്ടുവരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ്. അതായത് നിലവിലെ ഭരണം കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ കെയർ ടേക്കർ മന്ത്രിസഭയിൽ ഇപ്പോൾ നിൽക്കുന്ന SPD. അതേസമയം ഇടതുപക്ഷ പാർട്ടികൾക്കും അവരുടെ മോശമല്ലാത്ത പിന്തുണ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വിചിത്രമായ മറ്റൊരു വസ്തുത, ഗ്രീൻ പാർട്ടിക്ക്, അതായത് പരിസ്ഥിതി പാർട്ടിക്ക് കുടിയേറ്റ പശ്ചാത്തലമുള്ളവരുടെ പിന്തുണ തീരെയില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും അനുകൂലമായ ഏറ്റവും ശക്തമായ പരസ്യ നിലപാട് സ്വീകരിച്ചത് ഗ്രീൻ പാർട്ടി ആയിട്ടും അവരിലേക്ക് ആകർഷിക്കാൻ ഒരു വിദേശികളും താല്പര്യപ്പെടുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ക്രിമിനലുകൾ ആണെങ്കിൽ പോലും കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും നാട് കടത്താൻ പാടില്ലെന്നാണ്. അത് മാത്രമല്ല, നാട് കടത്തൽ അവരുടെ മനുഷ്യാവകാശ ലംഘനത്തിനുള്ള നിലപാടാണെന്നും ഗ്രീൻ പാർട്ടി പരസ്യമാക്കി കഴിഞ്ഞു. എന്നാൽ രാജ്യത്തെ തങ്ങളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയല്ല, മറിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും തങ്ങളുടെ ഭാവി എന്താകുമെന്ന മറിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും നാണ്യപ്പെരുപ്പവും ഒക്കെയാണ് കുടിയേറ്റ പശ്ചാത്തലമുള്ളവരുടെ വോട്ടർമാരുടെ പ്രധാന പരിഗണനാ വിഷയങ്ങളിൽ എന്നാണ് അഭിപ്രായ സർവേകളിൽ വ്യക്തമാകുന്നത്. റിട്ടയർമെന്റ് പ്ലാനുകൾ, ജീവിത സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളിൽ കുടിയേറ്റ പശ്ചാത്തലമുള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആശങ്ക കൂടുതലാണെന്നും പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇനിയും മലയാളികളുടെ കാര്യമെടുത്താൽ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മലയാളി പോലും മത്സരിക്കുന്നില്ലെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ഇവിടെ മത്സരിച്ചവർ ഉണ്ടായിരുന്നു. ഗ്രീൻസ് പാർട്ടിയിലെ വിംഗ്ലർ, അതുപോലെ SPD-യിലെ സെബാസ്റ്റ്യൻ ഇടാത്തി. ഇവരൊക്കെ തന്നെ പലവിധ കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് തന്നെ, രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടേണ്ട അവസ്ഥയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് മലയാളികൾ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വലിയ സന്ദേഹം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയതായി എത്തിയ ആർക്കും തന്നെ വോട്ടവകാശമില്ല. കഴിഞ്ഞ 50 വർഷത്തിലധികമായി അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായി അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇവിടെ കഴിയുന്നവർക്കൊക്കെ തന്നെയാണ്
ജർമ്മൻ പൗരത്വമുള്ളവർക്കാണ് വോട്ടവകാശം ഉള്ളത്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഇത്തവണത്തെ വോട്ട് ട്രെൻഡിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂടുതൽ പേരും AfDയോടോ അല്ലെങ്കിൽ CDUവിനോടോ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഭരണത്തിലിരിക്കുന്ന SPD പാർട്ടിയെ നേരത്തെ തന്നെ ഇവിടുത്തെ ആദ്യ മലയാളി തലമുറക്കാർ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വിദേശികൾക്ക് കൂടുതൽ അവകാശങ്ങളും വരാനുള്ള സാഹചര്യവും SPD ആണ് ആദ്യം ഇവിടെ നൽകി വന്നത്. അതുകൊണ്ട് തന്നെ SPD യോട് വലിയൊരു ചായ്വ് പല ആദ്യ മലയാളി കുടിയേറ്റക്കാർക്കും ഉണ്ടെന്നുള്ള ഒരു വസ്തുതയുണ്ട്. എന്നാൽ അല്പം കൂടി കടന്നു ചിന്തിച്ചാൽ CDUവിനെ, അതായത് 16 വർഷത്തോളം ജർമ്മനിയെ നയിച്ച മേർക്കലിന്റെ സ്വന്തം പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം മലയാളികളും ജർമ്മനിയിലുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും ഒടുവിലായി വന്ന് ജർമ്മൻ പൗരത്വം നേടിയിട്ടുള്ള മലയാളികളുടെ പോക്ക് അല്പം കൂടി കടന്നതാണ്. അവര് AfDയെ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിദേശികളുടെ പങ്ക് നിർണായകമായിരിക്കും എന്നുള്ളൊരു കാര്യം ഒരു കാരണവശാലും മറച്ചു പിടിക്കാൻ പാടില്ല, മറച്ചു പിടിക്കാൻ ഒക്കില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ തന്നെ പുതിയ ഭരണത്തിൽ കയറുന്നവർക്ക് എത്രമാത്രം വിദേശികളെ സഹായിക്കാനാവും, അല്ലെങ്കിൽ CDU അവരുടെ ഏറ്റവും ഒടുവിലത്തെ നിലപാടനുസരിച്ച് വിദേശികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്നു എന്നുള്ള കാര്യം പലരും ഇപ്പോൾ ആശങ്കയോടെയാണ് കാണുന്നത്. പക്ഷേ കൂടുതൽ ആശങ്കപ്പെടേണ്ട എന്നുള്ള ഒരു വസ്തുത ഞങ്ങൾ പറയുന്നു. അതിന് കാരണം ഇവിടെ ജോലി ചെയ്ത് രാജ്യവുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് ജർമ്മനിയുമായി, ജർമ്മൻ ഭാഷയുമായി, ജർമ്മൻ പൗരന്മാരുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ഒരാൾക്കും തന്നെ ഇവിടെ നിന്ന് പോകേണ്ടി വരില്ല. എന്നാൽ ഇവരുടെ ഔദാര്യത്തിൽ ഇവിടെ താമസിക്കുമ്പോൾ ഇവർക്കെതിരെ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയൊക്കെ തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും എന്നുള്ള ഒരു വസ്തുത പുതിയ ഭരണത്തിന് കീഴിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തീർച്ചയായി ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും കൂടുതലായി തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അടുത്ത 3.5 ആഴ്ചയ്ക്കുള്ളിൽ എന്തൊക്കെ മാറ്റം ആണ് ജർമ്മൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതെന്നുള്ളത് വസ്തുതാപരമായി വരും ദിവസങ്ങളിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ പുതിയ ചാനൽ പ്രവാസി ഓൺലൈൻ TV നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.